അതിവേഗ വാർത്തകൾ തുടരും. പൂരാവേശത്തിൽ തൃശൂർ. ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടി ദേവസ്വം സാമ്പിളിന് ആദ്യം തിരികൊളുത്തി. തിരുവമ്പാടിക്കായി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനായി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ടൊരുക്കിയത്. തൃശൂർ പൂരം മറ്റന്നാൾ. പൂരം കലക്കൽ മൊഴിയിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. പൂരവുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം നടക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ. താൻ പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴി നൽകിയത്. അന്വേഷിക്കാൻ ഏൽപ്പിച്ച ഏജൻസി സ്വാഭാവികമായും മൊഴിയെടുക്കും. അത് നൽകുകയാണ് ചെയ്തത്. ഒരു പുതിയ കാര്യവും ഉണ്ടായിട്ടില്ല. ഒരു വിവാദത്തിനും ഇപ്പോൾ ഇടയില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. പൂരം കലക്കൽ വിവാദത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴി പ്രധാനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP MR അജിത് കുമാറിനെതിരായ മൊഴി സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെയെന്നും ഒരു റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നിലപാട് എടുക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും TP രാമകൃഷ്ണൻ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജന്റെ മൊഴി പുറത്തുവന്നതിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഏറ്റവും അടുത്ത് അറിയാവുന്ന ആളാണ് കെ രാജൻ. അദ്ദേഹം പറയുമ്പോൾ അതിലെ ഓരോ വാക്കിനും വിലയുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാനത്തെ ADGPയുടെ പേര് ഉയർന്നു വരാൻ പാടില്ലായിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കേണ്ടത് തന്റെ കടമയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ തനിക്ക് നൽകിയ സ്നേഹമാണ് ഇപ്പോഴത്തെ സ്ഥാനമാനങ്ങൾ. അനുവദനീയമായ സ്ഥലത്ത് നിന്ന് പൂരം കാണുമെന്നും ആചാര ചിഹ്നങ്ങളിൽ നിയന്ത്രണം പാടില്ലെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ മദ്യവിൽപ്പന നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മെയ് 5 രാത്രി 11 മുതൽ മെയ് 7 ഉച്ചയ്ക്ക് 2 വരെയാണ് നിരോധനം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകൾ, കള്ള് ഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടും. മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് മൂലം വ്യാജ മദ്യ നിർമ്മാണത്തിനും വിതരണത്തിനും ഇടയാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതലുകൾ എടുക്കുന്നതിന് എക്സൈസ്, പോലീസ് അധികാരികൾക്ക് ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KPCC നേതൃമാറ്റം ഉടൻ. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും K സുധാകരൻ മാറും. പകരക്കാരന്റെ പേര് തീരുമാനമായില്ല. ആന്റോ ആന്റണിയും സണ്ണി ജോസഫും പരിഗണനയിൽ. സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് നേതൃമാറ്റം. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്ന് തന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ലെന്ന് K സുധാകരൻ. ആരും പറയാത്തിടത്തോളം സ്ഥാനം മാറേണ്ട കാര്യമില്ലെന്നും ഡൽഹിയിൽ ചർച്ച ചെയ്തത് താൻ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. KPCC പ്രസിഡന്റ് മാറണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇപ്പോൾ മാറ്റം നല്ലതല്ല എന്നാണ് അഭിപ്രായം. K സുധാകരന് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഹൈക്കമാൻഡിന്റേതാണ് അവസാന തീരുമാനമെന്നും K മുരളീധരൻ പറഞ്ഞു. KPCC നേതൃമാറ്റത്തിനെതിരെ എറണാകുളം ആലുവയിൽ പ്രതിഷേധ പോസ്റ്റർ. ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടതെന്ന് പോസ്റ്ററിൽ. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മുട്ടം, കളമശ്ശേരി പ്രദേശങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. K സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നവരെയെങ്കിലും പ്രസിഡന്റ് ആക്കണമെന്ന മുരളീധരന്റെ പരിഹാസം നേതൃത്വത്തോടാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശിച്ചത് എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് V മുരളീധരൻ. MD പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തു. സാമ്പത്തിക കുറ്റകൃത്യത്തിന് കുറ്റപത്രം സമർപ്പിച്ച ആൾ എങ്ങനെ അതീവ സുരക്ഷാ മേഖലയിൽ സന്ദർശനം നടത്തിയെന്നും V മുരളീധരൻ ചോദിച്ചു.
പിണറായി വിജയൻ ദി ലെജൻഡ് എന്ന ഡോക്യുമെന്ററിയിൽ വിശദീകരണവുമായി സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. ചിത്രീകരിക്കുന്നത് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്നും ഡോക്യുമെന്ററി വ്യക്തിപൂജ അല്ലെന്നും അസോസിയേഷന്റെ വിശദീകരണം. ഈ മാസം 21-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക പടർന്ന സംഭവത്തിൽ അപകട കാരണം ബാറ്ററി പൊട്ടിത്തെറിച്ചതാണെന്ന് റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ബദൽ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് തിരികെ എത്താനുള്ള നിർദ്ദേശം നൽകി. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ വിമർശനവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ്. വട്ടിപ്പലിശക്കാരന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് സിനിമയെ ഒറ്റിക്കൊടുക്കുന്നു. വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് കൂട്ടുനിൽക്കരുത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭീഷണി പ്രസംഗം ഗൂഢാലോചനയുടെ ഭാഗമെന്നും സാന്ദ്ര തോമസ്. കൊച്ചിയിലെ വഖഫ് സംരക്ഷണ റാലിയിൽ ഭിന്നത. റാലിയിൽ നിന്ന് വിട്ടുനിന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പാണക്കാട് സാദിഖ് അലി തങ്ങളെ ക്ഷണിക്കാതെ ഇരുന്നതിൽ പ്രതിഷേധം. ജിഫ്രി തങ്ങൾ വിട്ടുനിന്നത് സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ സമ്മർദ്ദത്തെ തുടർന്നെന്ന് സൂചന. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്കിടെ ആൾമാറാട്ടം നടത്തിയ വിദ്യാർത്ഥി പിടിയിൽ. തൈക്കാവ് VHSSലാണ് വിദ്യാർത്ഥി വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തിയത്. തിരുവനന്തപുരത്തെ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരിലുള്ള ഹാൾ ടിക്കറ്റാണ് ഉപയോഗിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരബന്ധമുള്ള 2 പേരെ NIA ചോദ്യം ചെയ്തു. നിസാർ അഹമ്മദ്, മുഷ്താഖ് ഹുസൈൻ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. 2023-ലെ ഭീകരാക്രമണ കേസിൽ ജയിലിലാണ് ഇരുവരും. ജമ്മുവിലെ കോട്ട് ഭൽവാൻ ജയിലിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പഞ്ചാബിൽ 2 പാക് ചാരന്മാർ പിടിയിൽ. രഹസ്യാന്വേഷണ വിവരങ്ങൾ പാക് ഏജൻസികൾക്ക് കൈമാറി 2 പേരാണ് പഞ്ചാബ് പോലീസിന്റെ പിടിയിലായത്. ഇവർക്ക് പാക് ഏജൻസികളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. ചാരന്മാർ ഏതാനും ചിത്രങ്ങൾ പാക് ഏജൻസികൾക്ക് കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായവരെ ചോദ്യം ചെയ്ത് വരികയാണ്. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച വ്യക്തമാക്കിയ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ശ്രീനഗർ താഴ്വരയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റിപ്പോർട്ടിൽ. ജമ്മു കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. പാകിസ്ഥാനെതിരായ പ്രതിരോധ നടപടികൾ തുടർന്ന് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകൾ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കി പാക് സമുദ്രകാര്യ മന്ത്രാലയം. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ 8 വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ചെന്ന് സൈന്യം. ചെനാബ് നദിയിലെ ബംഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം കുറച്ചു. അന്താരാഷ്ട്ര നാണയനിധിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യത്തെ പിൻവലിച്ച് ഇന്ത്യ. പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം അവലോകനം ചെയ്യാനുള്ള IMF യോഗം ചേരാനിരിക്കെയാണ് ഇന്ത്യയുടെ നടപടി. ഈ മാസം 9-നാണ് ബോർഡ് യോഗം ചേരുക. എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിൽ ഇനിയും 6 മാസം കാലാവധി ശേഷിക്കെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യ വിലക്കി. ജയിലിൽ നിന്ന് ഇമ്രാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ നടപടി. പാകിസ്ഥാന് ആണവായുധം ഉണ്ടെന്ന് മറക്കരുതെന്നായിരുന്നു ഇമ്രാന്റെ ഭീഷണി. ഇന്ത്യക്കെതിരെ പാക് നേതാക്കളുടെ ഭീഷണി തടയാനാണ് ഇന്ത്യയുടെ നീക്കം. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാക് താരങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ വിലക്ക്. ഗായകരുടെയും സിനിമാ താരങ്ങളുടെയും അക്കൗണ്ടുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. പാകിസ്ഥാനി നടൻ ഫവാദ് ഖാൻ, നടി മൗറ ഹോക്കേൻ, ഗായകരായ ആതിഫ് അസ്ലം, ആബിദ പർവീൺ എന്നിവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ വിലക്കിയത്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് രാഹുൽ ഗാന്ധി. സുവർണക്ഷേത്രത്തിലെ സൈനിക നടപടിയെക്കുറിച്ചും സിഖ് കലാപത്തെക്കുറിച്ചും US-ലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംവാദത്തിൽ സിഖ് യുവാവിന്റെ ചോദ്യത്തിനായിരുന്നു രാഹുലിന്റെ മറുപടി.
സിഖ് വിരുദ്ധ കലാപത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി. കലാപം നടന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ തെറ്റുകൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും രാഹുൽ പറഞ്ഞു. ഇസ്രായേലിലെ ബെൻ ഗുറിയൻ വിമാനത്താവളത്തിനടുത്ത് മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യമനിലെ ഹൂത്തികൾ. കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. സാമൂഹിക പ്രവർത്തക KV റാബിയ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ചക്രക്കസേലയിൽ നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന സാക്ഷരതാ പ്രവർത്തകയായ റാബിയയ്ക്ക് 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഒരു മാസത്തോളമായി റാബിയ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കിയിലെ ചെറുതോണിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന പരിപാടിയിൽ റാപ്പർ വേടൻ പാടും. വേടന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് CPIM CPI സംസ്ഥാന സെക്രട്ടറിമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വേടന്റെ പരിപാടിക്കായി സർക്കാർ വേദി നൽകാൻ തീരുമാനിച്ചത്. നേരത്തെ വേടന്റെ ഷോ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതോടെയാണ് പരിപാടി റദ്ദാക്കിയത്. റാപ്പർ വേടൻ അതിജീവതയോട് മാപ്പ് പറയണമെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. ജാതിക്കൊല പോലെ നീതി കിട്ടാതെ പോകുന്ന ഒന്നാണ് ലൈംഗിക അതിക്രമങ്ങളെന്ന് സാറ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളീയം വഴിയാണ് വേടൻ ചെയ്ത വയലൻസുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണമെന്ന് അതിജീവത ആവശ്യപ്പെട്ടിരിക്കുന്നത്. റാപ്പർ വേടനെതിരായ വനം വകുപ്പിന്റെ നടപടിയിൽ വികാരപരമായ സമീപനം ശരിയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വിഷയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമായിരുന്നെന്നും വനംവകുപ്പ് തിടുക്കപ്പെടാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. വേടന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ദളിത് താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചെറുപ്പക്കാരനാണ് വേടൻ. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ തിരുത്താനുള്ള അവസരം എന്ന നിലയിൽ സർക്കാർ ഇടപെടലിനെ കണ്ടാൽ മതിയെന്നും വേടന് കേരളത്തിന്റെ പരിരക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM-ഉം കോൺഗ്രസും ഒരുപോലെ അഴിമതിക്കാരാണെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയ്ക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലെന്നും ആരാണ് അഴിമതി ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. മർദ്ദിത വർഗത്തിന്റെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ശബ്ദമാണ് വേടന്റെ പാട്ടുകളെന്ന് ബിനോയ് വിശ്വം. തെറ്റുപറ്റിയത് തുറന്ന് സമ്മതിച്ചു. താൻ അടുത്ത കാലത്ത് കേട്ട ധീരമായ നിലപാടാണ് വേടന്റേതെന്നും വനം വകുപ്പ് ഇരട്ടത്താപ്പിന്റെ വകുപ്പാകാൻ പാടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർ മരിച്ചു. അമിത് കുമാർ, സുജിത് കുമാർ, മാൻ ബഹദൂർ എന്നിവരാണ് മരിച്ചത്. 700 അടി താഴ്ചയുള്ള മലയിടുക്കിലേക്കാണ് വാഹനം പതിച്ചത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ദേശീയപാത 44-ലൂടെ പോവുകയായിരുന്ന വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്ന ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ച 3 വയസ്സുകാരിയെ ജൈനമതാചാരപ്രകാരം ഉപവാസ മരണത്തിനിരയാക്കി രക്ഷിതാക്കൾ. മധ്യപ്രദേശിലെ ഇൻഡോറിലെ പീയൂഷ് വർഷ ദമ്പതികളുടെ മകൾ വിയറ്റ്ന ജെയിൻ ആണ് മരിച്ചത്. രോഗം മൂലം ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടിയെ ജൈനമതത്തിലെ സമാന്തര ആചാരപ്രകാരമാണ് പട്ടിണിക്കിട്ട് മരണത്തിന് ഇടയാക്കിയത്. ആത്മീയ ഗുരുവായ രാജേഷ് മുനിയുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിയെ ഉപവാസത്തിനിരയാക്കിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. കൊല്ലത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയത് കിളിക്കൊല്ലൂർ സ്വദേശി ഓമനക്കുട്ടൻ. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI ആയിരുന്നു. ജീവനൊടുക്കാൻ കാരണം വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന് പ്രാഥമിക നിഗമനം. മീനച്ചിലാറ്റിൽ കാണാതായ വിദ്യാർത്ഥി മരിച്ചു. കോട്ടയം മീനച്ചിലാറ്റിൽ കാണാതായ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് മുണ്ടക്കയം സ്വദേശി ആൽബിൻ ജോസഫ്. അടിമാലി സ്വദേശി അമൽ K ജോമോനായി തിരച്ചിൽ തുടരുന്നു. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി സെൽവമാണ് മരിച്ചത്.
ഉരുവിന്റെ ക്യാബിനു മുകളിൽ ഉറങ്ങുകയായിരുന്ന ശെൽവം ഉറക്കത്തിൽ പുഴയിലേക്ക് വീണതെന്നാണ് നിഗമനം. മൃതദേഹം ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പാലക്കാട് ചിറ്റൂരിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 460 ലിറ്റർ സ്പിരിറ്റ് കണ്ടെടുത്തു. പിടിച്ചെടുത്തത് പെരുമാട്ടി മല്ലഞ്ചിറയിൽ ജ്ഞാനേഷിന്റെ വീടിനകത്തും പറമ്പിലുമായി സൂക്ഷിച്ച സ്പിരിറ്റ്. സംഭവത്തിൽ ജ്ഞാനേഷ്, രാധാകൃഷ്ണൻ എന്നിവർ എക്സൈസിന്റെ പിടിയിലായി. സമീപകാലത്ത് നടത്തുന്ന ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയെന്ന് ചിറ്റൂർ എക്സൈസ്. മാവേലിക്കര ഗ്രൂപ്പ് 4 കള്ള് ഷാപ്പുകളിലേക്കുള്ള കള്ളിൽ കലർത്താനുള്ള സ്പിരിറ്റാണിതെന്ന് പ്രതികളുടെ മൊഴി. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്താൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം നഗരത്തിലെ 8 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയിരുന്നു. ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭ 19-ാം വാർഡിലെ കൊട്ടാരത്തിൽ പടി MP ITC റോഡ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ K ശിവരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇരുവൃക്കകളും തകരാറിലായ രോഗിക്ക് കൈത്താ വാങ്ങാനൊരുങ്ങി തൃശൂർ അരിമ്പൂർ SFI ലോക്കൽ കമ്മിറ്റി. അരിമ്പൂർ സ്വദേശി മുരളിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് SFIയുടെ നേതൃത്വത്തിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നത്. ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപ സമാഹരിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവരുടെ പ്രവർത്തനം. തൃശൂർ മുല്ലശ്ശേരി നല്ലിടന്റെ ദേവാലയത്തിൽ നല്ലിടന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും തിരുനാൾ പ്രദർശനം നടന്നു. ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻ ജോൺ കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 5-ന് ഗായകൻ ഷാഫി ഗിഫ്റ്റിന്റെ ഗാനമേളയോടെ ആഘോഷങ്ങൾ സമാപിക്കും. ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അനുമതിയില്ലാതെ മക്ക അടക്കമുള്ള പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി സൗദി ആഭ്യന്തര മന്ത്രാലയം. നേരത്തെ ചട്ടം ലംഘിച്ചെത്തുന്നവരെ പ്രവേശന കവാടങ്ങളിൽ നിന്നും തിരിച്ചയക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇത് പതിവായതോടെയാണ് നടപടി. നിയമം ലംഘിച്ചെത്തുന്നവരെ അറസ്റ്റ് ചെയ്യുകയും പിഴ ഈടാക്കുകയും ചെയ്യും. അടുത്ത അധ്യയന വർഷം മുതൽ UAE സർക്കാർ സ്കൂളുകളിൽ AI പഠനം നിർബന്ധമാക്കി. ഇതോടെ 4-ാം വയസ്സ് മുതൽ AI സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവുകൾ കുട്ടികൾക്ക് ലഭിക്കും. പുതിയ പാഠ്യപദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെയാണ് തീരുമാനം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്താണ് തീരുമാനം Xലൂടെ അറിയിച്ചത്. തൃശൂർ വടക്കാഞ്ചേരി 1-ാം കല്ലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ കാർ ടെലിഫോൺ തൂണിലിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക്. മലപ്പുറം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനിയാണ് മരിച്ചത്. അമിത വേഗതയിലെത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ചായിരുന്നു അപകടം. ഓട്ടോ മുഴുവനായും കത്തിനശിച്ചു. തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ വാനും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മലയാളികളായ 4 പേർ മരിച്ചു. തിരുവനന്തപുരം സ്വദേശികളായ സജിത് നാഥ്, രാജേഷ്, രാഹുൽ, സുജിത്ത് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വേളാങ്കണ്ണിയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം പാറശാല കാരിക്കുഴിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. തൃശൂർ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് കുത്തേറ്റു. ചെറുവാൾ സ്വദേശികളായ അമല്, സുജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാക്കുതർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ചെറുവാൾ ഗ്രൗണ്ടിന് സമീപമായിരുന്നു സംഭവം. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ആലുവയിൽ ബാർ ജീവനക്കാരനെ 3-അംഗ സംഘം കുത്തി പരിക്കേൽപ്പിച്ചു. കുത്തേറ്റത് ആലുവ മഹിളാലയം കവലയിലെ പാർക്ക് ബാറിലെ ജീവനക്കാരൻ ഗണേശന്. രാത്രി മദ്യപിക്കാനെത്തിയ 3-അംഗ സംഘത്തോട് ബാറിന്റെ പ്രവർത്തന സമയം അവസാനിപ്പിക്കേണ്ടതിനാൽ പുറത്തിറങ്ങാൻ നിർബന്ധിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. സംഭവത്തിൽ ശ്രീമൂലനഗരം സ്വദേശികളായ മഹേഷ്, സജിത്ത്, തിരുവല്ല സ്വദേശി ജിൻഡു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് പന്ന്യങ്കരയിൽ കല്യാണ വീട്ടിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് പന്ന്യങ്കര സ്വദേശി ഇൻസാഫിന്. ചങ്കുക്കടവ് സ്വദേശി മുബീനാണ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇൻസാഫിന്റെ മുഖത്തിന് ആഴത്തിൽ മുറിവേറ്റു. മുബീൻ ജോലി ചെയ്യുന്ന ബാർബർ ഷോപ്പിലെ കത്തി കൊണ്ടാണ് ഇൻസാഫിനെ ആക്രമിച്ചത്. കല്യാണ വീട്ടിൽ വെച്ച് മദ്യത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. കോഴിക്കോട് വടകര കുട്ടോത്ത് അയൽവാസിയുടെ കുത്തേറ്റ് 3 പേർക്ക് പരിക്ക്. കുട്ടോത്ത് സ്വദേശികളായ ശശി, ചന്ദ്രൻ, രമേശൻ എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രതി ഷനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് 120 പേജുള്ള കുറ്റപത്രം. ചോറ്റാനിക്കര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആൺസുഹൃത്ത് അനൂപിനെതിരെ നരഹത്യ, ബലാത്സംഗ ശ്രമം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. ആക്രമണത്തിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, ഷാൾ എന്നിവ തെളിവുകളായി ഹാജരാക്കി. തലശ്ശേരിയിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. മലയാളിയും 2 ബീഹാറുകാരുമടക്കം 3 പേരാണ് പിടിയിലായത്. ഏപ്രിൽ 26-നാണ് യുവതി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. തിരുവനന്തപുരം വട്ടപ്പാറയിൽ യുവതിയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ചീരണിക്കര സ്വദേശി സംഗീതിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒപ്പമുണ്ടായിരുന്ന ദിനേശിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചീരണിക്കര സ്വദേശി സുരഭിയെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. പരാതിക്കാരിയുടെ ഭർത്താവുമായുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ ആക്രമണമുണ്ടായത്. സംസ്ഥാനത്തെ ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കും തീരുമാനം റെയിൽവേ ഡിവിഷൻ യോഗത്തിൽ. ആദ്യഘട്ടത്തിൽ വർദ്ധിപ്പിക്കുക 31 സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈൻ വേഗത. പരിഷ്കാരം സെപ്റ്റംബറോടെ നടപ്പിലാക്കും. മലപ്പുറം എടപ്പാളിൽ സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിൽ 106 ഗ്രാം MDMA പിടികൂടി. പട്ടാമ്പി സ്വദേശി ഷാഫിയിൽ നിന്ന് ചെറുകിട വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA ആണ് പിടികൂടിയത്. സംഭവത്തിൽ ഷാഫിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിൽ നിന്നുമാണ് ഇയാൾ MDMA എത്തിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വയനാട് ഹൈബ്രിഡ് കഞ്ചാവുമായി കണ്ണൂർ സ്വദേശികളായ യുവതി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ഷിൻസിത, അഞ്ചാംപേടിക സ്വദേശി ഫസൽ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 20.80 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് BMW കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളിയിൽ ലോഡ്ജിൽ നിന്ന് MDMAയുമായി പിടിയിലായ 3 യുവാക്കൾ റിമാൻഡിൽ. കണ്ടശാങ്കടവ് സ്വദേശികളായ അമല്, നിതിൻ, സച്ചിൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. പിടിയിലായ അമൽ വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. മികച്ച കളക്ഷൻ നേടി തിയേറ്ററുകളിൽ മുന്നേറുന്ന തരുൺ മൂർത്തി ചിത്രം തുടരും തമിഴിൽ റിലീസിനൊരുങ്ങുന്നു. തമിഴ് തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം മെയ് 9-ന് റിലീസ് ചെയ്യും. ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. റിലീസ് ദിനത്തിൽ ചിത്രത്തിന്റെ നെറ്റ് കളക്ഷൻ 5.25 കോടിയായിരുന്നു. എമ്പുരാന് ശേഷം ഏറ്റവും വേഗത്തിൽ 50 കോടി നേടുന്ന മലയാള ചിത്രമാണ് തുടരും. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തി പ്രിയങ്ക ഗാന്ധി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൽപ്പറ്റയിലേക്കുള്ള യാത്രാമധ്യയാണ് സംഭവം. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഉണ്ടായ കാർ അപകടം കണ്ട് പ്രിയങ്ക ഗാന്ധി MP വാഹനവ്യൂഹം നിർത്തുകയായിരുന്നു. ഉടനെ തന്നെ തന്റെ വാഹനവ്യൂഹത്തിലുള്ള ഡോക്ടറെ വരുത്തി പരിക്കേറ്റവരെ പരിശോധിച്ച് അവരെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. തിരുവനന്തപുരം വാഴിച്ചിലിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. കളിക്കാവിള സ്വദേശി ജിഷോ, ക്ലീനർ ആകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആനപ്പാറയിൽ നിന്നും കള്ളിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പെരിയാറിൽ യുവതി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ആലപ്പുഴ സ്വദേശി നന്ദനയാണ് മരിച്ചത്. വേങ്ങൂർ പാണംകുഴിയിലാണ് അപകടം നടന്നത്. ആൺ സുഹൃത്തിനൊപ്പം മണൽത്തിട്ടയിലൂടെ മറുകരയിൽ പോയി മടങ്ങുമ്പോൾ യുവതി കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട യുവതി കയത്തിൽ അകപ്പെട്ടാണ് മരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സൈനികനെ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഉഴപ്പാങ്കോണം സ്വദേശി നിദർശാണ് മരിച്ചത്. ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലെ ലോഡ്ജ് മുറിയിലാണ് സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ചയാണ് ലീവ് കഴിഞ്ഞ നിദർശ് വീട്ടിൽ നിന്നും പോയത്. മലപ്പുറം ചങ്ങരംകുളത്തെ ശക്തമായ കാറ്റിൽ തെങ്ങ് വീടിന് മുകളിലേക്ക് വീണ് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. മണക്കാവത്ത് സ്വദേശി രതീഷിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. മുറ്റത്ത് നിൽക്കുകയായിരുന്ന ധന്യയ്ക്കാണ് പരിക്കേറ്റത്. ധന്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കാറ്റിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. മലപ്പുറം ചമ്രവട്ടത്തെ മദ്യശാല പുഴമ്പ്രത്തേക്ക് മാറ്റിയ നടപടിക്കെതിരെ പൊന്നാനി MLA പി നന്ദകുമാർ. തന്നെ അറിയിക്കാതെയാണ് മദ്യശാല മാറ്റിയതെന്ന് MLA പറഞ്ഞു. ജനവാസ മേഖലയിലേക്ക് ബീവറേജസ് മാറ്റിയതിനെതിരെ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പി നന്ദകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിവേഗ വാർത്ത അവസാനിച്ചു.